ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പോൾ പെരുന്നാളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് വരാം. അപ്പോൾ ഡ്രസ്സ് എടുക്കുന്ന വ്ലോഗായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ഞാനും ഇച്ചയും ഡ്രസ്സ് എടുക്കാൻ വന്നത് കോട്ടക്കലാണ് കേട്ടോ. കോട്ടക്കലാവുമ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ വേറെ ഷോപ്പുകളായിട്ട് പോവുകയും ചെയ്യാം. ഇപ്രാവശ്യം ഞാനും ഇച്ചയും പെരുന്നാളിന് കുറച്ച് മുന്നായിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പെരുന്നാളിൻ്റെ ആ ഒരു വൈബും കിട്ടിയിട്ടില്ല. സാധാരണ ഞങ്ങൾ രണ്ടാളും പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നോ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ തലേദിവസമൊക്കെ ആയിട്ട് പോവാം. ഉമ്മയപ്പോൾ പറയുകയും ചെയ്യും, നിങ്ങൾക്ക് എല്ലാവരും എടുത്തതിന് ശേഷം ബാക്കിയുള്ളതായിരിക്കുമല്ലോ കിട്ടാന്ന്. പക്ഷെ ആ ഒരു വൈബിൽ എടുക്കണതായിരിക്കും, ആ ഒരു തിരക്കിലും തിരക്കിലൊക്കെ ഡ്രസ്സ് എടുക്കണതായിരിക്കും പെരുന്നാളിൻ്റെ ഒരു വൈബ് വരുന്നത്. പിന്നെ ഡ്രസ്സ് എടുത്താൽ തന്നെ എനിക്ക് മാറ്റൽ പരിപാടി ഒന്നുമില്ല. എടുത്താൽ പിന്നെ അത് മാറ്റാൻ പോവുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പെരുന്നാളിൻ്റെ തലേദിവസം പോകുന്നത്. ഇന്നപ്പോൾ ഇച്ചക്ക് ഫ്രീ ആയിട്ടുള്ള ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ച പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് ഞങ്ങൾ റെഡിയായി പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിലില്ല ഏത് ഡ്രസ്സ് എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഒന്നും ഇല്ല. എല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ എനിക്കറിയാം ഇന്നിപ്പോൾ ചുരിദാർ എടുക്കുക അല്ലെങ്കിൽ സ്ലിറ്റില്ലാത്ത ടോപ്പ് എടുക്കുക. അപ്പോൾ അത് മാത്രമേ നോക്കുള്ളൂ. ഇതിപ്പോൾ മൈൻഡിൽ നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. ലെങ്ത് ആയിട്ടുള്ള ടോപ്പ് വേണം, പിന്നെ അതുപോലെ തന്നെ ഗൗൺ ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്നുണ്ട്. അപ്പം ഞാൻ കുറേയൊക്കെ അവിടെ നോക്കി. വെസ്റ്റേൺ വെയറിൻ്റെ ടൈപ്പൊക്കെയാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, സൈസ് കറക്റ്റ് ആവില്ല. അങ്ങനെ കോട്ടക്കൽ ഒരു 6 ഷോപ്പെങ്കിലും ഞാനും ഇച്ചും കയറി ഇറങ്ങിയിട്ടുണ്ടാവും. എല്ലാ ഷോപ്പിലും ഡ്രസ്സും ഉണ്ട്, അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് തൃപ്തിയാവാത്ത പോലെ. അവർ ഗൗൺ ടൈപ്പ് കാണിച്ചു തരുന്നുണ്ട്, സ്കേർട്ട് ആൻഡ് ടോപ്പ് കാണിച്ചു തരുന്നുണ്ട്. എനിക്കെല്ലാം വേണമെന്ന് പറയും, പക്ഷെ എടുക്കുമ്പോൾ എനിക്കതൊന്നും വേണ്ട. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞും പിടിച്ച് എനിക്കങ്ങനെ ഡ്രസ്സ് കിട്ടി. അതെന്തായാലും പെരുന്നാളിൻ്റെ വ്ളോഗിൽ ഞങ്ങൾക്ക് കാണാം കേട്ടോ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇച്ചാക്ക് ഷർട്ട് എടുക്കലാണ്. ഇച്ചാക്ക് ഷർട്ട് ഞാൻ ഓരോ ഷർട്ടുകൾ പറഞ്ഞെടുക്കും, അതൊന്നും ഇച്ചാക്ക് ഇഷ്ടപ്പെടുന്നില്ല. ലാസ്റ്റ് ഇച്ച എന്നോട് പറഞ്ഞു, നീനൊന്നും പറയണ്ട, എനിക്കിഷ്ടമുള്ള ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഷർട്ടും പാൻറ്റൊക്കെ നോക്കി. അങ്ങനെ ഇച്ചാക്കും ഒരു ഷർട്ടും പാൻറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഉമ്മിക്ക് മാക്സി എടുക്കണം. അപ്പോൾ ഉമ്മിക്കുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഉമ്മിക്ക് മാക്സിയും ഷാളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതും എൻ്റെ ഇഷ്ടത്തിനൊന്നുമല്ല, കാരണം ഞാൻ പറയുന്നതൊന്നും ഇച്ചാക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഉമ്മിക്കുള്ളതും സെറ്റായി. ഡ്രസ്സ് എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലോട്ട് നമുക്ക് പെരുന്നാളിനുള്ള സാധനങ്ങൾ വാങ്ങാൻ നമ്മളത് എന്നും വരുന്ന ബജറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇനിയാണ് കിട്ടിയോ? കേസിൽ കുറച്ചുണ്ടാവുള്ളൂ, കാരണം ഓൾറെഡി അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ മാത്രമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നിരിക്കണം. നമുക്ക് ചെറിയ ട്രോളി മതി, പോവാം. ഹലോ, ഇപ്പം എന്താ പറഞ്ഞു? പെരുന്നാളുടെ ഷോപ്പിംഗ് എന്നല്ല പറഞ്ഞു. വാ അടക്കാൻ മതി. എൻ്റെ അവസരം ആദ്യം നോക്കേണ്ടത് തക്കാളി. തക്കാളി ഫസ്റ്റ് പരിപാടി തുടങ്ങിയിട്ട് ഡിസ്നിയിൽ തുടങ്ങിയിട്ടുണ്ട്. തക്കാളി നമുക്ക് നല്ല കേട്ടോ. ഓക്കെ, ഒരു ഞളക്കം കിട്ടുള്ളൂ. നല്ലില്ലേ? പിടിച്ചു നോക്കുമ്പോ കിട്ടില്ല കൈ. എടുത്താ നെക്സ്റ്റ് ഉള്ളി, പച്ചമുളക്. സാധാരണ അത്ര വലിപ്പല്ലേ? ഏതാ ജോക്കർ ഫസ്റ്റ്? 3 ബാലാജി ജോക്കറോ? ബാലാജി ജോക്കർ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞപ്പോൾ അതാണ് പറഞ്ഞു. കരി വാങ്ങാം. നീ വേണ്ടത് നെയ്യ്. ഓയില് ചെയ്യണം. ഇതെടുക്കണ്ടേ? ഞങ്ങൾ വേണം. പരിശു ഏലക്കായ
കറിവേപ്പട്ട ഉണ്ടാവും. കറിവേപ്പട്ട ഞാൻ വന്നപ്പോ കൊണ്ടുവന്നു. വേണ്ടെങ്കിൽ എന്ത് ആ ജീരമുട്ടായിൻ്റെതാണ് എന്ത് വിചാരിച്ച് ഞാൻ മറ്റേ എന്തൊരു സാബുവിനെ എന്തൊരു നല്ല മന്ദത്തിന് കൊണ്ട് വന്നു ഇങ്ങോട്ട് അത് ഇവിടെ ഉണ്ടാവും. ദലിച്ച വേണ്ടത് ഇതാണ് വേണ്ട ശരിക്ക്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ജീരമുട്ടായിട്ട് ഇതും സാബുനരി ഇതൊക്കെ സെയിമായിട്ട് വന്നിട്ട് ഞാൻ അപ്പൊ ഇതൊന്നും മദ്ബൂത്ത് നടക്ക് മാങ്കോ കൊടുത്തോ. ഞാൻ കൊടുത്താൽ മതി. ഈ മാങ്കോ അതുണ്ടോ മറ്റേ ടാങ്കിൻ്റെ എടുത്തോ. അങ്ങനെ എടുക്കാൻ പപ്പട പ്രവാസിന്റെ എടുക്കണം കേട്ടോ. പ്രവാസിനോ എടുത്താൽ മതിയില്ലേ? അമ്പതിനുണ്ടല്ലോ എടുക്കാമോ? പ്രവാസിന്നെ അമ്പതിന് എടുക്കാല്ലോ, എല്ലാരും ഉള്ളതല്ലേ. അച്ഛനെ സുറുക്കാണ്ട് പോയിട്ട് റോസ് വാട്ടർ നല്ല രസമുണ്ടാവും സലാഡൊക്കെ കഴിച്ചാല്. പാൽപ്പൊടി എടുക്കട്ടെ? പാൽപ്പൊടി അടങ്ങി മൈദപ്പൊടി എടുക്കല്ലേ? പാൽപ്പൊടി എടുക്കട്ടെ? അമൂലെടുത്തോ അമൂലെടുത്തോ. നമ്മള് പർച്ചേസ് കഴിഞ്ഞു. ഇനി ബില്ലടിക്കാൻ വരും. ബില്ല് ഒറ്റക്ക് പോയിട്ട് അടിച്ചു. ഞാൻ ഒറ്റ ഓട്ടോ ഓട്ടോ കൊടുക്കും. ഞാൻ എനിക്ക് വേണ്ട. കുടിച്ചോളും.